ഇന്ത്യ എന്ന് പറഞ്ഞാൽ ആക്ച്വലി വേൾഡ്സ് 4th ലാർജസ്റ്റ് ആർമിയാണ്. അപ്പോൾ നമ്മൾക്ക് അതിനായിട്ടുള്ള കൺകറൻ്റ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ഇൻഫൻട്രി യൂണിറ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ വെപ്പൺസ് ഉണ്ട്. ഇൻസാസ് റൈഫിൾസ് ഉണ്ട്, AK-47s ഉണ്ട്. പിന്നെ 51mm മോട്ടർ, 81mm മോട്ടർ എന്ന് പറഞ്ഞാൽ ഈ മോട്ടർ നമ്മൾ ബോംബ് എന്നൊക്കെ പറയില്ലേ, ശരിക്കും ഈ ഗ്രനേഡ് ഇങ്ങനെ കടിച്ചിട്ടെറിയുന്ന അതല്ല ശരിക്കും ബോംബ്. ഈ ബോംബ് എന്ന് ശരിക്കും പറയുകയാണെങ്കിൽ ഇൻഫൻട്രീൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടേഴ്സ് ആണ്. അതായത് ഏരിയ വെപ്പണാണ്. നമ്മളിങ്ങനെ ഒരു കുഴൽ പോലൊരു സാധനം കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. അതിലൊരു ബോംബ് ഇട്ടിട്ടാണ് അത് മേലെ പോയിട്ട്, അതാണ് ഏരിയ വെപ്പൺ എന്ന് പറയും. 2 തരം വെപ്പൺസ് ഉണ്ടാവുക. ഒന്ന് പോയിന്റ് ആൻഡ് ഷൂട്ട്, അതായത് നമ്മുടെ വെപ്പൺസ് പോലത്തെ പിസ്റ്റളും ഇതൊക്കെ പോലത്തെ. പിന്നെ ഒന്ന് ഏരിയ വെപ്പൺ, അതായത് അത് വീണ് കഴിഞ്ഞാൽ ഇത്രയും ഒരു റേഡിയസിൽ ഉള്ള ആൾക്കാരെ ഇൻകപ്പാസിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന വെപ്പൺസ്. അങ്ങനത്തെയാണ് ഈ 51mm മോട്ടർ, 81mm മോട്ടർ എന്നൊക്കെ പറഞ്ഞത്. പിന്നെ ഗ്രനേഡ് സിസ്റ്റംസ് ഉണ്ട്, AGS എന്ന് പറയും, ഓട്ടോമാറ്റിക് ഗ്രനേഡ് സിസ്റ്റം, ഓട്ടോമാറ്റിക് ഗ്രനേഡ് ലോഞ്ചേഴ്സ്. പിന്നെ MGL, അങ്ങനത്തെ വെപ്പൺസ് ആണ്. ഫ്ലെയിം ത്രോവർ, അങ്ങനത്തെയൊക്കെയാണ് ഇൻഫൻട്രിയുടെ കയ്യിലുണ്ടാവുക. അത് കഴിഞ്ഞാൽ ആമേർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ടാങ്ക്സ്, ബേസിക്കലി T-90 എന്ന് കേട്ടിട്ടുണ്ടാവും. T-90 ഭീഷ്മ എന്ന് പറഞ്ഞിട്ട്, പിന്നെ T-72 അജയ, അർജുൻ, അതൊക്കെ. പിന്നെ ആർട്ടിലറി യൂണിറ്റ്സ് ഉണ്ട്. അതിൻ്റെ അടുത്താണ് ബോഫേഴ്സ്, IFG ഇന്ത്യൻ ഫീൽഡ് ഗൺ, ലൈറ്റ് ഫീൽഡ് ഗൺ, പിന്നെ M777 ഹവെറ്റ്സർ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ. അങ്ങനത്തെ വെപ്പൺസ്, അതായത് ദൂരം 27-28 കിലോമീറ്റർ റേഞ്ചിൽ എറിയാൻ പറ്റുന്ന വെപ്പൺസ്. പിന്നെ മൾട്ടി ബാരൽ ലോഞ്ചേഴ്സ് ഉണ്ട്, MBRLs എന്ന് പറയും, റോക്കറ്റ് ലോഞ്ചേഴ്സ്. ഗ്രാഡ് എന്ന് പറയും. ഒരു ലോറിയിലൊക്കെ ഇങ്ങനെ ഒരു മിസൈൽ പോകുന്നത് കണ്ടിട്ടുണ്ടാവുമല്ലോ, പല ഈ റിപ്പബ്ലിക് ഡേ പരേഡിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരു ലോറി, ടാട്രയാണ് അത് വണ്ടി, ഒരു ചെക്കോസ്ലോവാക്യൻ വണ്ടിയാണ്. അതിൽ ഉള്ളതാണ് റോക്കറ്റ് ലോഞ്ചേഴ്സ്. പിന്നെ സ്മേർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ലോങ് റേഞ്ച് റോക്കറ്റ്സ് ഉണ്ട്, 90 കിലോമീറ്റർ ഒക്കെ പോയിട്ട് അടിക്കാൻ പറ്റുന്ന. പിന്നെ പിനാക്ക എന്ന് പറഞ്ഞിട്ടുള്ള വേറെ സിസ്റ്റംസ് ഉണ്ട്. അങ്ങനത്തെ ഒക്കെ കുറേ റോക്കറ്റ് ലോഞ്ചേഴ്സ് ഉണ്ട്.